ബനാനയാണോ അവക്കാഡോയാണോ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ ഏറ്റവും നല്ലത്? ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. പൊതുവേ ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമ്മൾ പ്രഭാത ഭക്ഷണം എപ്പോഴും കഴിക്കുമ്പം ഏറ്റവും നല്ലത് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. ദിവസത്തിലെ ആദ്യ ഭക്ഷണമായ പ്രഭാത ഭക്ഷണം സമൃദ്ധവും ആരോഗ്യകരവുമാകണം. എന്നാൽ അത് കലോറി കൂടുതലായിരിക്കണം എന്നതിൽ ഒരർത്ഥവും ഇല്ല. നമ്മൾ കൂടുതലും പ്രഭാത ഭക്ഷണത്തിൽ പഴങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ് നല്ലത്. അതിൽ 2 പഴങ്ങളാണ് ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്: ബനാന, അവക്കാഡോ. ഇതിൽ ഏതാണ് കൂടുതൽ നല്ലത് എന്നതാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം തന്നെ നമുക്കിത് രണ്ടിൻ്റെയും ന്യൂട്രീഷൻ ലെവലൊന്ന് ചെക്ക് ചെയ്യാം. 100 ഗ്രാം അവക്കാഡോ എടുക്കുകയെന്നുണ്ടെങ്കിൽ അതിൽ 160 കാലറീസ് ഉണ്ട്. എന്നാൽ ബനാനയിൽ 100 ഗ്രാം എടുക്കുകയെന്നുണ്ടെങ്കിൽ 89 കാലറീസ് ആണ് ഉള്ളത്. ടോട്ടൽ ഫാറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 100 ഗ്രാം അവക്കാഡോയിൽ 14.66 ഗ്രാമാണ് വരുന്നത്. ബനാനയിലാകട്ടെ 0.33 0.33 ഗ്രാമാണ് ടോട്ടൽ ഫാറ്റ് വരുന്നത്. രണ്ടിലും 0 കൊളസ്ട്രോൾ ആണെന്ന് സമാധാനിക്കാം. 100 ഗ്രാം അവക്കാഡോയിൽ 7 മില്ലിഗ്രാം സോഡിയവും 6.7 ഗ്രാം ഡയറ്ററി ഫൈബറും 485 മില്ലിഗ്രാം പൊട്ടാസ്യവും അടങ്ങിയിട്ടുണ്ട്. 100 ഗ്രാം ബനാനയിലാകട്ടെ 1 മില്ലിഗ്രാം സോഡിയവും 2.6 ഗ്രാം ഡയറ്ററി ഫൈബറും 358 മില്ലിഗ്രാം പൊട്ടാസ്യവും അടങ്ങിയിട്ടുണ്ട്. ഇനി പ്രോട്ടീൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 100 ഗ്രാം അവക്കാഡോയിൽ 2 ഗ്രാം പ്രോട്ടീനും 100 ഗ്രാം ബനാനയിൽ 1.09 ഗ്രാം പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട്. അവക്കാഡോയിൽ 80% വെള്ളവും ഡയറ്ററി ഫൈബറും അടങ്ങുന്നു. ഇത് മറ്റു ഫലങ്ങളെ അപേക്ഷിച്ച് കുറവ് പഞ്ചസാര ഉള്ളതിന് കാരണമാകും. എന്നാൽ ബനാനയിൽ പ്രകൃതിദത്തമായ പഞ്ചസാരകൾ സമ്പന്നമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ബനാന ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും വെയിറ്റ് മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. പഠനങ്ങൾ പറയുന്നത് അവക്കാഡോകൾക്ക് ആരോഗ്യകരമായ കൊഴുപ്പ് ഫൈബറിനെ കൂടുതൽ നിറവാർന്നതാക്കുമെന്നാണ്. എന്നാൽ പഴങ്ങളാകട്ടെ അല്ലെങ്കിൽ ബനാനയാകട്ടെ വേഗത്തിൽ അത് ചോറായി മാറും. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യായാമത്തിന് മുമ്പോ അല്ലെങ്കിൽ നമ്മൾ യാത്രയിലൊക്കെ ഭക്ഷണം പൊതിഞ്ഞെടുക്കുന്നതിന് പകരമായിട്ടോ ബനാന ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് യഥാർത്ഥ ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഈസ് ബെറ്റർ? ഇതിൽ ഏതാണ് ബെറ്റർ ആയിട്ടുള്ളത്? അതെങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേഗത്തിലുള്ള ഊർജ്ജം കിട്ടാൻ അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് വ്യായാമമൊക്കെ ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് കഴിക്കാൻ പറ്റിയ ഫ്രൂട്ട് എന്ന് പറയുന്നത് ബനാനയാണ്. പിന്നെ നമുക്കൊരു സ്ഥിരമായിട്ടുള്ള ഒരു തൃപ്തി അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹൃദയത്തിനൊരു ഹെൽത്തി ഫാറ്റ്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്കാണെങ്കിൽ നമുക്ക് അവക്കാഡോ ആണ് ചൂസ് ചെയ്യാൻ പറ്റിയത്. ഇനി നമുക്ക് ഇത് രണ്ടും ഉൾപ്പെടുത്തി നമ്മുടെ പ്രഭാത ഭക്ഷണം അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കാവുന്നതുമാണ്. അതിലും ഒട്ടും കുഴപ്പമൊന്നുമില്ല. ഇത് രണ്ടും സ്മൂത്തി ആയിട്ടും പല രീതിയിലായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ മറ്റെന്തെങ്കിലും മരുന്നൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം പുതിയ ഭക്ഷണ രീതികളൊക്കെ പരീക്ഷിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.